നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളിന്ന് കാണാൻ പോകുന്ന റാപ്പിഡ് ഫയർ ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫയർ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിൽ വലിയൊരു വിഭാഗം പ്രവാസികളാണ്. എന്നാലും നിങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്ത് നന്നായിരിക്കും. ഒന്ന് അറിയാൻ വേണ്ടിയാണ്, നമ്മുടെ പ്രേക്ഷകർ എവിടെയൊക്കെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയാണ്. എന്തായാലും അതിൻ്റെ കൂടെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. അതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ പ്രവാസികൾ പ്രധാനമായിട്ടും നേരിടുന്ന ഒരു പ്രശ്നം നിങ്ങളുടെ വാഹനം സംബന്ധിച്ചുള്ളതാണ്. അതായത് നിങ്ങൾ കുറച്ച് കാലത്തേക്ക് മാത്രമാണ് നാട്ടിൽ വരുന്നത്, പിന്നീട് വാഹനം ഉപയോഗിക്കാതെ വീട്ടിൽ ഇട്ടിട്ടാണ് പോവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് സർവീസ് ചെയ്യാനും വാഷ് ചെയ്യാനും ഒക്കെയാണ് നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടാണല്ലോ പോകുന്നത്. കാരണം അതിനൊരു കംപ്ലയിൻറ്റും വരാൻ പാടില്ല. തിരിച്ച് നമ്മൾ വരുമ്പോൾ റണ്ണിങ് കണ്ടീഷൻ ആയിരിക്കണം. നിങ്ങൾക്ക് ഓടിച്ച് പലയിടത്തും പോകേണ്ടതാണ്. പക്ഷേ നമ്മുടെ വീട്ടുകാരുടെ ആരോഗ്യവും നമ്മളിങ്ങനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. നമ്മുടെ വീട്ടുകാരെ അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കളെയൊന്നും ആരെയും ഏൽപ്പിച്ചിട്ടൊന്നും നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അവരുടെ ആരോഗ്യം നോക്കിക്കോണമെന്നും പറഞ്ഞിട്ട്. പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കൾക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ വിദേശത്ത് നിന്ന് പ്രവാസികൾ നാട്ടിലേക്ക് ഓടിയെത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതല്ലെങ്കിൽ ഭാര്യയ്ക്കോ കുട്ടികൾക്കോ ആർക്കെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതുവരെ സമ്പാദിച്ച പണത്തിന് നല്ലൊരു ഭാഗം ചില സമയങ്ങളിൽ ആശുപത്രിയിൽ കൊടുക്കേണ്ടതായിട്ടും വരും. കാരണം ചികിത്സാ ചെലവ് ആ രീതിയിലാണല്ലോ കൂടിക്കൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എവിടെ നോക്കിയാലും ചികിത്സാ ചെലവ് അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി പ്രവാസികൾക്ക് തന്നെ അസുഖം വരികയാണെങ്കിലും നാട്ടിൽ വന്ന് ചികിത്സിക്കണമെങ്കിൽ ഇപ്പോൾ വലിയ ചിലവാണ്. ഇതിനെല്ലാം പ്രതിവിധി കുടുംബത്തെ മൊത്തമായിട്ട് കവർ ചെയ്യുന്ന പ്രവാസികൾക്ക് വേണ്ടിയുള്ള ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ പണമൊന്നും ആകില്ല. നാട്ടിൽ ധാരാളം ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അവയ്ക്കെല്ലാം ധാരാളം ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുമുണ്ട്. ആ പ്ലാനുകളൊക്കെ ഒന്ന് എടുത്ത് താരതമ്യം ചെയ്ത് നോക്കുക. അതിൽ ഏറ്റവും മികച്ച എടുക്കുക എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രവാസികൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കി ഇഷ്ടമുള്ള കമ്പനിയുടെ പ്ലാൻ ഇപ്പോൾ തന്നെ ഒന്ന് എടുത്തു വെച്ചേക്കുക. അത് വേണമെങ്കിൽ എടുത്താൽ മതി എന്നല്ല ഞാൻ പറയുന്നത്, വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. പിന്നെ പ്രായമായ മാതാപിതാക്കൾക്കൊക്കെ ഇതുവരെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് കിട്ടുന്ന മൊബൈൽ ആപ്പിൽ ഒരു SOS ബട്ടൺ ഉണ്ടാകും. വളരെ എളുപ്പമാണ്. അവരത് അത്യാവശ്യ സാഹചര്യങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഹെൽത്ത് മാനേജറുടെ സഹായം അപ്പോൾ തന്നെ കിട്ടും. പിന്നെ ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ്, ലാബ് ടെസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ മാനേജറുടെ സഹായം നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും. നമുക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ മാനേജരോട് വിളിച്ചു ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് ഓടി വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പ്രവാസികൾ പരമാവധി ഈ സാഹചര്യം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫയർ കാണാം. അപ്പോൾ നമ്മളിന്ന് ആദ്യം പരിചയപ്പെടുന്നത് ഒരു സിട്രോൺ C3യുടെ ഓണറിനെയാണ്. ഈ സിട്രോണിൻ്റെ വാഹനങ്ങളെപ്പറ്റി നമ്മളെപ്പോഴും ടെസ്റ്റ് ഡ്രൈവ് പറയാറുണ്ട്. ആദ്യം വരുന്ന മോഡലുകൾക്കൊന്നും അധികം ഫീച്ചേഴ്സ് ഉണ്ടാവില്ല. അതിനുശേഷം അതേ മോഡലുകളിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സുമായിട്ട് വരും. പക്ഷേ അത് ജനം അറിയുന്നുമില്ല. അതാണ് സിട്രോൺ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. മനോജ്, എന്ത് ചെയ്യുന്നത്? ഞാൻ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ സെക്ഷൻ ഓഫീസറാണ് ഇവിടെ എറണാകുളത്ത്. ആ, ശരി. അപ്പം ഞാൻ ആദ്യം ചോദിക്കാൻ പോകുന്ന ചോദ്യം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമായിരിക്കും, എന്തുകൊണ്ട് സിട്രോൺ എടുത്തു ഇല്ലേ? എന്താണ് അതിനൊരു ഉത്തരം? ആക്ച്വലി ഞാൻ വേറെ ബ്രാൻഡാണ്, എല്ലാവരും ഉപയോഗിക്കുന്ന ബ്രാൻഡ് തന്നെയാണ് ഞാനും എടുത്തിരുന്നത്. ഇതിന് മുമ്പത്തെ 2-3 കാർ അത് തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ 66 വർക്ക് എടുക്കണ്ടല്ലോ. ഇപ്പോൾ ഒരു വർഷം മുമ്പ് ഇപ്പം നാട് കോഴിക്കോടാണ്. അപ്പോൾ അമ്മ അച്ഛനൊക്കെ ആയിട്ട് കോഴിക്കോട് പോകാറുണ്ട്. അപ്പോൾ പോയി ഒരു ദിവസം തിരിച്ചു വരുമ്പോൾ അമ്മ അത്ര സുഖമില്ലാത്ത രീതിയിൽ പെരുമാറും. അപ്പോൾ എന്താന്ന് വെച്ചപ്പോൾ എന്ത് ഓടിക്കലാണ് നിന്റെ, പിന്നെ എൻ്റെ നടു പോയാല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സസ്പെൻഷനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. ബാക്കിലിരിക്കുന്ന കാരണം എന്ന് വെച്ചാൽ അന്ന് ഗട്ടറൊക്കെ ഉണ്ടാവുമല്ലോ ഈ റോഡ് പണിതുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കാർ എന്തായാലും മാറ്റണം. മെയിനായിട്ട് അതിന് നമുക്ക് വേണ്ട ഫീച്ചർ സസ്പെൻഷൻ നന്നായിരിക്കും. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ എല്ലാ വണ്ടിയും പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വണ്ടിയും. അപ്പോൾ പോയിട്ട് ഇങ്ങനെ ഓടിക്കുമ്പോൾ ഗട്ടർ ചാടിച്ചിട്ട് നോക്കുക, അതാണ് എൻ്റെ മെയിനായിട്ട്. നമ്മൾ ശ്രദ്ധിക്കും കിട്ടുമോ, എങ്ങനെയും കിട്ടുമല്ലോ. അപ്പോൾ എൻ്റെ ബ്രദറിലാണ് പറഞ്ഞ് ഇങ്ങനെ സിട്രോൺ എന്ന് പറഞ്ഞിട്ടൊരു വണ്ടിയുണ്ട്, നമുക്ക് പോയി നോക്കാം, മരടിലാണ് അതിൻ്റെ ഇത്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ആദ്യം തന്നെ എയർ ക്രോസ് എന്ന് പറഞ്ഞ വണ്ടി 7 സീറ്റർ 5 സീറ്ററും ഉണ്ട്. ആ വണ്ടി ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയപ്പോൾ തന്നെ വണ്ടിക്ക് എന്തൊരു പ്രത്യേക നല്ല സുഖം, കയ്യിൽ കിട്ടും, നല്ല ഹാൻഡി ആയിട്ട്, സ്റ്റിയറിംഗ് നല്ല സ്റ്റഡി. അപ്പോൾ പിന്നെ ഞങ്ങൾ 2 പ്രാവശ്യം കൂടി പോയി വെറുതെ ടെസ്റ്റ് ഡ്രൈവ് നടത്താണ്. അപ്പോൾ അത് കേട്ടിട്ടില്ലല്ലോ ഈ വണ്ടീനെ കുറിച്ച്. അപ്പോൾ സിട്രോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വഴിയിൽ അങ്ങനെ ശ്രദ്ധിക്കാറുമില്ല. അപ്പം പിന്നെ ഗേറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് അവസാനം ഈ സിട്രോൺ C3 എന്ന് പറഞ്ഞാൽ അതിലേക്ക് അത് ഉറപ്പിച്ചു. എത്ര കാലം എടുത്തിട്ട്? ഒരു വർഷം കഴിഞ്ഞു. എത്ര രൂപയായി അന്ന് എടുത്തപ്പോൾ? അന്നൊരു 11 ലക്ഷം എല്ലാം കൂടി, ആക്സസറീസ് ഒക്കെ കൂടി. അപ്പോൾ ഇത്രയും എന്താ പറയുക, ഇത്രയും പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തി എടുത്തതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് ചോദിക്കുകയാണ് സിട്രോൺ എങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ഒരു ഉത്തരം? സിട്രോൺ ഞാൻ ഇനി സിട്രോണിന്റെ 7 സീറ്ററാണ് എൻ്റെ ഒരു ആഗ്രഹം. എടുക്കുകയാണ് ഞാൻ എയർ ക്രോസിൻ്റെ എടുക്കുള്ളൂ, എൻ്റെ ആഗ്രഹമാണ്. ഇനി അതിലും ബെറ്റർ ആയിട്ട് വണ്ടി ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇപ്പം ഞാൻ നോക്കിയെടുത്തോളം ഞാനിപ്പോൾ 7 സീറ്റർ പലതും ഞാൻ ഓടിച്ച് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോഴും ആ സിട്രോണോടുള്ള ഒരു എന്തോ ഇത്. ശരി. അപ്പോൾ ഈ അപ്പാർട്ട് ഫ്രം സസ്പെൻഷൻ എന്താണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ട ഘടകങ്ങൾ? സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ വിസിബിലിറ്റി, നമ്മൾ ഓടിക്കും നല്ല വിസിബിലിറ്റി ഉണ്ട്, നമുക്ക് 2 സൈഡും കാണാം. പിന്നെ സ്റ്റിയറിംഗ് നല്ല സ്റ്റഡിയാണ്.
പിന്നെ കംഫർട്ട് ഉണ്ട്, റൈഡിങ് കംഫർട്ട് ഉണ്ട്. പെർഫോമൻസ് എങ്ങനെയുണ്ട്? പെർഫോമൻസ് അത് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് എത്ര ദൂരം യാത്ര ചെയ്താലും. ഞാൻ മെയിനായിട്ട് ഇപ്പൊ അമ്മയുടെ അച്ഛൻ്റെ ഞാൻ നോക്കാറ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. ഞങ്ങൾക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇതാണല്ലോ ശരിക്കും പറഞ്ഞാൽ. ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യമില്ലേ, ഈ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വണ്ടികളൊക്കെ 15 ലക്ഷം രൂപയുടെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ സെൽറ്റോസ് അതിലൊക്കെ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതിന് കുറവല്ലേ ഇതിന്? ഫീച്ചേഴ്സ് കുറവാണ്. കാരണം വെച്ചാൽ നേരത്തെ ആദ്യം എനിക്ക് മുമ്പ് ഞാൻ എടുക്കുന്നതിന് മുമ്പുള്ളതിന് നമ്മൾ ഈ മിറർ നമുക്ക് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അതെ അതെ. ഇപ്പൊ നമുക്ക് ആ പവേഡ് ആയിട്ടുള്ള ഇതുണ്ട്. പിന്നെ ഫീച്ചേഴ്സ്, പിന്നെ ഡോർ ഹാൻഡിൽ നമുക്കില്ല, പിന്നെ ഷാർക്ക് ഫിൻ ആന്റിന, പിന്നെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു വലിയ അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ വണ്ടി മെയിൻ ആയിട്ട് നോക്കുമ്പോൾ സസ്പെൻഷൻ, വണ്ടി ഓടിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് പോയി ക്ഷീണം അറിയുന്നില്ല. അത് എനിക്ക് ഫീൽ ചെയ്തിട്ട് അതാണ് മെയിൻ കാരണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സിട്രോണിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. മൈലേജ് എങ്ങനെയുണ്ട്? മൈലേജ് ശരിക്കും അവർ പറഞ്ഞ 18, 15, 17 എന്നൊക്കെ പറയണം. പക്ഷെ സിറ്റിയിൽ 12, 11 കിട്ടുന്നുള്ളൂ. 13 വരെ ചിലപ്പോൾ കിട്ടിയേക്കാം. പക്ഷെ ലോങ് ഞാൻ കോഴിക്കോട് ഒക്കെ പോകുമ്പോൾ പിന്നെ അമ്പലങ്ങളൊക്കെ പോകാറില്ല, പഴനി അവിടെയൊക്കെ പോകാറ്. അപ്പോൾ എനിക്ക് 22 ആ റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ടോർക്ക് കൺവെർട്ടർ ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മൈലേജ് പോകും. അപ്പോൾ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ അത് സോഫ്റ്റ് ആയിട്ട് ഫെദർ ടച്ച് പോലെ പതുക്കെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മൈലേജ് ഇങ്ങനെ സത്യം പറഞ്ഞാൽ 30 വരെ ഹിറ്റ് ചെയ്തിരുന്നു. പറയാൻ പറ്റില്ല, 1, 2, 3 പ്രാവശ്യം. അത് ആ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ല, ഓട്ടോമാറ്റിക്കലി അത്രയും കിട്ടിയെന്ന് പറഞ്ഞാൽ ഗ്രാജുവലി ഓട്ടോമാറ്റിക് ഇപ്പം എന്തായാലും 20, 22 ഏത് ഓട്ടോമാറ്റിക് ആയാലും നമ്മൾ ഫ്ലോർ ചെയ്ത് ഓടിച്ചാലും മൈലേജ് ഭയങ്കര ഡ്രോപ്പ് ആവും. അതെ അതെ. ഗ്രാജുവലി പലരും നമ്മൾ പെട്ടെന്ന് കുത്തി ഓടിക്കുക, പെട്ടെന്ന് വെട്ടിച്ചെടുക്കുക, പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് പെട്ടെന്ന് പറയും, നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. പിന്നെ നമ്മൾ അങ്ങനത്തെ ഒരു ഡ്രൈവിംഗ് സംസ്കാരത്തിലേക്ക് നമ്മൾ പോകണം. സ്ലോവില് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാണ്ടിരിക്കുക, നന്നായിട്ട് നമ്മൾ റൂൾസ് ഒക്കെ നോക്കി ഓടിച്ചാൽ ആ മൈലേജ് ഇതിലും റിഫ്ലക്ട് ചെയ്യുന്ന എനിക്ക് തോന്നാം. അങ്ങനെ പിന്നെ പൊതുവേ നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലേ നമ്മൾ അധികം ഉപയോഗിക്കുന്ന എപ്പോഴും ജാപ്പനീസ് അല്ലെങ്കിൽ കുറേ വണ്ടികളൊക്കെയാണ്. അതെ അതെ. അപ്പൊ ഈ ഇതൊരു ഫ്രഞ്ച് കമ്പനിയാണ്. അപ്പം തുടക്കത്തിലെ ഇതിന്റെ ഒരു മെയിൻ്റെനൻസിനെ പറ്റി ഒരു അതെനിക്ക് ഇപ്പോഴും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ സർവീസ് വലിയ കുഴപ്പമില്ല, നല്ല പെരുമാറ്റമാണ്. എന്ത് പറഞ്ഞാലും അവർ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അങ്ങനെ ഒരു കോസ്റ്റ് എങ്ങനെയുണ്ട്? മെയിൻ്റെനൻസ് കോസ്റ്റ് ഒന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല. 1 വർഷം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ വേറെ ഒന്നും തന്നെ വന്നില്ല. ഒരു പ്രശ്നങ്ങളും കാണിച്ചിട്ടുമില്ല വണ്ടി ഇതുവരെ? വണ്ടി ഒന്നും തന്നെ കാണിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അതെ. ടയർ പ്രഷർ കുറഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഇൻഡിക്കേഷൻ കാണിച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തോ വണ്ടിയുടെ കുഴപ്പം വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് ആ ഇൻഡിക്കേഷൻ തരാണ്. അത്തരം ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം നമുക്ക് ഫീച്ചേഴ്സ് ഇല്ലാന്ന് തന്നെ പറയാൻ ഇല്ല, ഒട്ടും ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അല്ല ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇവരിങ്ങനെ ഓരോരോ ഘട്ടമായിട്ട് ഓരോന്ന് അതാണ് പ്രശ്നം. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അവരുടെ എല്ലാ വണ്ടികളിലും എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ കുറച്ചും കൂടെ ആഡ് കൊടുക്കണം. അല്ലാണ്ട് ഇങ്ങനെ പോയാൽ വണ്ടി നമുക്കും നല്ല വണ്ടി ആയതുകൊണ്ട് പിന്നെ പറയാ കൊടുക്കണോണ്ട് കുഴപ്പമില്ലല്ലോ. ഈ ഇതിന്റെ റീസെയിലിനെ പറ്റി ആശങ്കയുണ്ടോ? അല്ല, നമ്മൾ വണ്ടി ഓടിക്കുന്ന റീസെയിലിന് വേണ്ടിയിട്ടല്ലല്ലോ. എത്ര വർഷമൊക്കെ ഉപയോഗിക്കാറുണ്ട് സാറിന് വണ്ടി? ഞാൻ ഇതിന് മുമ്പത്തെ വണ്ടിക്ക് 5, 6 വർഷമൊക്കെ ഓടിച്ചിട്ടുണ്ട്. റീസെയിൽ അതല്ലല്ലോ നമ്മളെ, അത് നമ്മുടെ മലയാളിയുടെ ഒരു ഇതാണല്ലോ റീസെയിലിന് വേണ്ടിയിട്ട്. നമ്മൾ ഓടിക്കാൻ വേണ്ടി നമ്മുടെ കംഫർട്ട് അത്. ഇതിലും നല്ല വണ്ടി ഉണ്ട്, അത് നമ്മൾ ഓടിക്കാൻ വാങ്ങിക്കാം. അതാണ് ഇതിനകത്ത് ഒരു മിസ് ചെയ്യുന്ന ഫീച്ചർ എന്താ? പ്രധാനമായിട്ട് മിസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫീച്ചർ? മിസ് ചെയ്യുന്ന ഫീച്ചർ എന്ന് വെച്ചാല് അങ്ങനെ ഫീച്ചർ മിസ് ചെയ്യുന്നതായിട്ട് 360 ക്യാമറ വേണേ വെക്കാം, അതിന്റെ ആവശ്യമില്ല. വേറല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഡോർ ഹാൻഡില്, ഷാർക്ക് ഫിൻ, അതൊക്കെ ഉണ്ടെങ്കിൽ പുറമെ കാണുമ്പോൾ കുറച്ചും കൂടി അട്രാക്ഷൻ തോന്നും. ഇതൊക്കെ നമ്മളെ ഈ പറഞ്ഞ കൊറിയൻ കമ്പനികൾ പഠിപ്പിച്ച ദുശീലങ്ങളാണ്. അതിലൊക്കെ എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് കാണുമ്പോഴത്തേക്ക് കുറവ് അനുഭവപ്പെടുന്നത്. ഈ ഇത് വാങ്ങിക്കുന്നതിന് മുമ്പൊന്നും ഇലക്ട്രിക് കാറുകളെ പറ്റി ചിന്തിച്ചിട്ടില്ല? ഇലക്ട്രിക് കാർ ഞാൻ കുറച്ച് ഓട്ടോ ഉള്ളു. നാട്ടിലൊന്ന് പോവാ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീട്ടുകാരുടെ കൂടെ അമ്പലങ്ങളൊക്കെ പോവാ. പിന്നെ ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ ഈ എറണാകുളത്തെ ട്രാഫിക്കിൻ്റെ ഇടയിൽ കാർ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, സ്കൂട്ടർ എടുത്താൽ പോവാം. പിന്നെ നമുക്ക് അത് കുറേ നമ്മൾ ഡെയിലി കുറേ ഓട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ അല്ല ആവശ്യമുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് പെട്രോൾ ആണെങ്കിൽ നമ്മുടെ ചാർജ് തീർന്നു പോണ കാര്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വല്ലപ്പോഴും അല്ലേ പോകുന്നത്, അപ്പോൾ പൈസ ഒന്നും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അത് അങ്ങനെയാണ്, എനിക്ക് അങ്ങനെ തോന്നിയത്. പിന്നെ ഇപ്പൊ പുതിയത് ഇറങ്ങുന്നുണ്ടോ അല്ലേ, 645, 650 റേഞ്ചിന്റെ ഒക്കെ ഇറങ്ങുന്നുണ്ടല്ലേ? ശരി, അങ്ങനെ വരുമ്പോ നോക്കാം. റേഞ്ച് ഒക്കെ ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ ഈ പറഞ്ഞ പോലെ എത്ര റേഞ്ച് ഉണ്ടെങ്കിലും കൂടുതൽ ദൂരം ഓടിയാൽ ആങ്സൈറ്റി എന്തായാലും ഉണ്ട്. ഇതിന്റെ ഈ C3 എന്ന് പറയുന്നത് നല്ല മോഡലാണ്, ഇവരുടെ ഇലക്ട്രിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മനോജ് എടുത്തതിന് ശേഷം ഈ സിട്രോൺ കൂടെ ഉള്ളത് ഇപ്പൊ നിങ്ങളുടെ ഓഫീസിലൊക്കെ ഉള്ളവരൊക്കെ ചോദിക്കാറുണ്ട് ഇതിനെ പറ്റി? അതിപ്പോ എടുത്ത സമയത്ത് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇപ്പൊ കുറെ ചോയ്സസ് ഇല്ല എല്ലാവർക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പണ്ടൊക്കെ ഒരു കാർ എടുക്കുക, അന്ന് ബൈക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും ചോദിക്കാറ്.
ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ആ കാലഘട്ടം മാറിയല്ല ശരിക്കും. മനോജ് ശരിക്കും പറഞ്ഞ സസ്പെൻഷൻ തപ്പിപ്പോയതുകൊണ്ട് അത് എടുത്തത്. അതെ, അല്ല ഒരിക്കലും എടുക്കില്ല. സസ്പെൻഷൻ മാത്രമാണ് ശരിക്കും. സത്യം പറഞ്ഞ ഈ കാർ ഓടിക്കുമ്പോഴുള്ള ഒരു രസം എന്ന് വെച്ചാല് ഗട്ടർ വരാൻ കാത്തിരിക്കാം. അപ്പൊ ഒരു സുഖം. ആ ഗട്ടർ വരുമ്പോ എങ്ങനെ അത് എങ്ങനെ അത് ബിഹേവ് ചെയ്യുന്നൊക്കെ നോക്കാൻ വേണ്ടിട്ടില്ലേ. ഇവരെ മാജിക് കാർപ്പറ്റ് എഫക്ട് എന്നാണ് അവരങ്ങനെ പറയണേ. പക്ഷെ അത്രത്തോളം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മോശമല്ല. എനിക്ക് ഓർമ്മയുണ്ട് ഇതിന്റെ ഫസ്റ്റ് സിട്രോൺ C5 ആദ്യമായിട്ട് വന്നപ്പോഴത്തേക്കും എനിക്ക് ഓടിക്കാൻ തന്നത് അതിരപ്പള്ളിയിൽ നിന്ന് മലയാറ്റൂരേക്കായിരുന്നു. ആ വഴി ഭയങ്കര മോശമായിരുന്നു, കാടിനകത്തുള്ള. അന്ന് നമ്മൾ ശരിക്കും സസ്പെൻഷൻ ഗംഭീരാണെന്ന് മനസ്സിലാക്കി. അപ്പൊ ഈ പറഞ്ഞ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. സിട്രോൺ ഇതൊന്ന് കേൾക്കുക. ഇപ്പൊ ഒരാള് സസ്പെൻഷൻ തപ്പിപ്പോയത് കൊണ്ടാണ് ഇത് വാങ്ങിച്ചത്, അല്ലെങ്കിൽ പിന്നെ ഇതിലേക്കൊന്നും ആ ഭാഗത്തേക്ക് പോലും നോക്കില്ല എന്നുള്ളതാണ് പ്രധാന ഘടകമാണല്ലോ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പുറമെ കയറി ഇരുന്നിട്ട് നമ്മള് അതിന്റെ ഉള്ളിൽ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിട്ട് അതിപ്പോ അമ്മയുടെ ഒരു ഫീഡ്ബാക്ക് ആണ് ഇതിലേക്ക് എത്തിച്ചതെന്ന് പറയാം അല്ലെ. സജസ്റ്റ് ചെയ്ത് പ്രതർലോ തന്നെയാട്ടോ ശരിക്കും പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പോൾ കൃത്യമായ ഒരു ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. C3യുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സിട്രോണിൻ്റെ ഏതൊരു മോഡൽ നിങ്ങൾ ഇപ്പോൾ പോയെന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, പഴയ പോലെയല്ല. പിന്നെ ഇപ്പോൾ റീസെയിൽ വാല്യൂ എപ്പോഴും കൂടുതൽ വിൽക്കുന്ന വണ്ടികൾക്കായിരിക്കും റീസെയിൽ വാല്യൂ. അത് നോക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്ന ഒരു ഗംഭീര മോഡലാണ്. നല്ല ബിൽ ക്വാളിറ്റി ഉണ്ട്, നല്ല കോൺഫിഡൻസ് വരുന്ന ഡ്രൈവ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. കാണാം. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഒരു ഫോർഡ് ഇക്കോസ്പോർട്ടിൻ്റെ ഓണറാണ്. നമസ്കാരം. നമസ്കാരം. പേര്? എൻ്റെ പേര് നിഷാദ് കരീം. ഞാനൊരു കോർപ്പറേറ്റ് ട്രെയിനറും ബിസിനസ് കോച്ചും ഒക്കെയാണ്. ശരി. ഞാൻ ഇവിടെ എടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ഞാനൊരു 30 വർഷത്തോളം പല കോർപ്പറേറ്റ് കമ്പനീസിൻ്റെ സെയിൽസ്, കസ്റ്റമർ സർവീസ്, HR ഒക്കെ ഹെഡ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇന്ത്യയുടെ പല ഭാഗത്തും. അപ്പോൾ ഞാനങ്ങനെ പൂനെയിലുണ്ടായ സമയത്ത് എടുത്ത വണ്ടിയാണിത്. അതാണ് MH. അതെ, MS12. അത് ഇതുവരെ മാറ്റിയിട്ടില്ല. അതേത് കാലത്ത് എടുത്തതാ? അതൊരു 11 വർഷമായി. 2015 എടുത്താണ്. അന്ന് പുതിയ എടുത്തോ? അന്ന് പുതിയതാ, ബ്രാൻഡ് ന്യൂ ആയിട്ട് എടുത്താണ്. അന്ന് ഏറ്റവും എനിക്ക് വേണം ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ബിലോ 4 മീറ്റർ SUV ഇതായിരുന്നു. അങ്ങനെ വന്ന് അതങ്ങ് എടുത്തു. പിന്നെ ഈ വണ്ടിയായിട്ട് അഗാധമായ പ്രണയത്തിലായി. അപ്പൊ ഈ കോർപ്പറേറ്റ് ട്രെയിൻ എന്നുള്ള നിലയ്ക്ക് ഓട്ടോമൊബൈൽ കമ്പനികളിലൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ പോകാറില്ല? ഒരുപാട് സ്ഥലത്ത് പോകാറുണ്ട്. ഇപ്പൊ ഞാൻ ഇൻഫാക്ട് അടുത്തൊരു സ്ഥലത്ത് പോയപ്പോൾ നമ്മൾ അവരുടെ ട്രെയിനിങ് കൊടുത്തപ്പോൾ നമ്മൾ അവരോടൊരു ചോദ്യം ചോദിക്കണ്ടേ, അതായത് നിങ്ങൾ പറയുന്ന ഫീച്ചേഴ്സ് കറക്റ്റ് ആണോന്ന് കസ്റ്റമറിന് എങ്ങനെയാണ് നിങ്ങളൊരു വാലിഡേഷൻ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത് ഒരു കോംപ്ലിമെൻ്റ് ആണ്, നിങ്ങളുടെ ചാനൽ നോക്കിയിട്ട് ആ വണ്ടി വാലുവേറ്റ് ചെയ്യുന്നതാണ് പറയാറ്. അതെനിക്ക് തോന്നുന്നൊരു വളരെ നിങ്ങളുടെ ഒരു ഫാക്ച്വൽ പ്രസന്റേഷൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. താങ്ക് യു. പിന്നെ ആളുകൾ മനസ്സിലാകുന്ന രീതിയിൽ അത് പറയുന്നു, അവതരിപ്പിക്കുന്നു എന്നുള്ളത് അതെന്നോട് പറഞ്ഞതാണ്. അപ്പൊ അന്ന് ഇത്തരം ബന്ധങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് ആരെങ്കിലും അഡ്വൈസ് ചെയ്താണ് ഇത് എടുക്കാൻ, അതോ ഇത് കണ്ടുപിടിച്ച് പോയതാണോ? അല്ല, ആ സമയത്ത് എനിക്ക് നമ്മുടെ ഓഫീസിലെ പല ആളുകളും ഈ വാഹനം എടുക്കേണ്ടായി. പിന്നെ അവരെല്ലാവരും ഹാപ്പി ആയിരുന്നു ഈ വണ്ടിയെ കുറിച്ച്. പിന്നെ വണ്ടിയുടെ ഒരു ലെഗസി, ഒരു പൈതൃകമൊക്കെ ഉണ്ടല്ലോ, ഹെൻറി ഫോർഡ് 1906 വണ്ടിയാണ്. എനിക്കുള്ളൊരു ഇതിൽ അങ്ങ് എടുത്താണ്. പക്ഷെ വളരെ ഹാപ്പിയാണ്. എന്താണ് ഇതിനെ മനസ്സിനെ ഇത്രയും അടുപ്പിച്ച് നിർത്തുന്ന സംഭവം? എന്തായി വണ്ടിയെ സംബന്ധിച്ച്? ഒന്ന് നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ട്, ഒന്ന് ഇരിക്കുമ്പോൾ നമുക്ക് വളരെ ഒരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ടാവും. ഡോറൊക്കെ വളരെ ഹെവിയാണ്. പിന്നെ നമുക്ക് എത്ര ദൂരം ഓടിച്ചാലും അങ്ങനെ ഒരു ടയേർഡ് അങ്ങനെ ഒന്നും തോന്നാറില്ല. പിന്നെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് അങ്ങനെ ഒന്നുമില്ല. നമുക്ക് വളരെ കൺവീനിയൻറ്റ്, കംഫർട്ടാണ്. പിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, അത്യാവശ്യം ടേണിംഗ് റേഡിയസ്. അപ്പം അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇതിനോട്ട് വളരെ ഒരു ഇഷ്ടമാണ് വാഹനത്തിന്. പക്ഷെ എങ്കിലും 11 വർഷത്തിന് ശേഷം ഇപ്പം വാഹനങ്ങൾ മൊത്തത്തിൽ മാറി. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എല്ലാം അങ്ങനെ ഒരു വലിയ കുറവ് ഇപ്പം അതിൽ അനുഭവപ്പെടുന്നുണ്ടോ? അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ അധികം ഒരു ഫീച്ചർ ഡ്രിവൺ ആയിട്ടുള്ള ആളല്ല. നമ്മൾ ബേസിക്കലി ഇപ്പം നമ്മൾ ഈ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ഈ മെന്റൽ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത് വണ്ടി ഓടിക്കുന്ന സമയത്താണ്. അപ്പോൾ നമുക്ക് അധികം ഒരു ഡിസ്ട്രാക്ഷനുള്ള സ്കോപ്പില്ല. ആകെ നമ്മൾ പാട്ട് കേൾക്കും, അങ്ങനെ എന്തെങ്കിലും വീഡിയോ അങ്ങനെ ഇത് ഓഡിയോ കേൾക്കും, അങ്ങനെയുള്ള ഇതായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയൊരു എഫക്റ്റ് തോന്നാറില്ല. അങ്ങനെ ഞാൻ പല വണ്ടികളൊക്കെ നോക്കാറുണ്ട്. അതിലൊക്കെ എനിക്ക് തോന്നുന്നത് നമുക്ക് ആവശ്യമുള്ളതിനെ അധികം ഫീച്ചർ കാണാറുണ്ട്. ആവശ്യമുള്ളത് അധികമാണ് എല്ലാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിൽ വളരെ ഹാപ്പിയാണ്. എങ്കിലും ഒരു ഓട്ടോമാറ്റിക് അല്ലാത്തതിന്റെ ഒരു പ്രശ്നം തോന്നുന്നില്ലേ? ഓട്ടോമാറ്റിക് ആണ്. ഇത് പെട്രോൾ ആണോ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഞാൻ ഡീസൽ ആയിരിക്കും. അപ്പൊ മൈലേജ് ഒരു വലിയ പ്രശ്നമാണ്. മൈലേജ് നോക്കാറില്ല, അത് കുറവാണ്. 11-10 സിറ്റിയിലൊക്കെ കിട്ടാറുള്ളൂ എന്നാ തോന്നുന്നത്. അങ്ങനെ നോക്കിയിട്ടില്ല. നമ്മള്
പെട്രോൾ അടിക്കും തീരും, അങ്ങനെ അധികം ഓട്ടം ഇല്ല. ഇല്ല. ഇപ്പൊ ഒരു 11 വർഷമായിട്ട് 80,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പൊ അന്ന് എന്തുകൊണ്ടാണ് ഡീസലിലേക്ക് പോകാറുന്നത്? അന്ന് നമ്മളെല്ലാം പെട്രോൾ വെഹിക്കിളാണ്, ആളുകൾ പറയുന്നത് ഡീസലിൽ നിന്ന് കുറച്ച് മെയിൻ്റനൻസ് വരും, പിന്നെ അത് ഡ്രൈവിംഗ് കംഫർട്ട് പെട്രോളിനാണ് കൂടുതൽ എന്നൊക്കെയാണ് ഇന്നത് പറയുന്നത്. പിന്നെ നമ്മുടെ ബ്രദേഴ്സൊക്കെ വളരെ ഓട്ടോ ഫ്രീക്ക് ആയിട്ടുള്ള ആളുകൾ, അവരും സജസ്റ്റ് ചെയ്തത് പെട്രോൾ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് പെട്രോളിലേക്ക് ഇങ്ങനെ വരുന്നത്. മെയിൻ്റനൻസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? മെയിൻ്റനൻസ് വളരെ കുറവാണ്. നമ്മളൊരു സർവീസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു 5,000 6,000 ആ റേഞ്ചിലേ വരാറുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പണികളൊന്നും വന്നിട്ടില്ല. ടയർ മാറി എന്നല്ലാതെ 11 years ആയിട്ടൊരു എൻജിൻ കംപ്ലൈന്റ് അങ്ങനെ ഒന്നും ഇതുവരെ ഒന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ പെട്രോൾ ആണല്ലോ, അങ്ങനെ വലിയ വരാനുമില്ല. പിന്നെ നമ്മളൊരു ഓടിക്കുന്ന ഒരു രീതിയും ഞാനിങ്ങനെ ഒരു 60-80 ആ ഒരു ഇതിലേ പോകാറുള്ളൂ. അപ്പം ഇത് എത്ര കാലം ഇനി ഉപയോഗിക്കാനാണ് പരിപാടി? അങ്ങനെയില്ല, ഇതിപ്പോ നമ്മളിപ്പോ ഈ ഇടക്ക് പുതിയ വണ്ടിയൊക്കെ ഇടക്ക് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്ത് നോക്കും. അത് കഴിഞ്ഞ് ഇതിലേക്ക് വരുമ്പോൾ വലിയ ഡിഫറൻസ് തോന്നുന്നില്ല എന്നൊരു ഇത് അതർ ദാൻ ഫീച്ചേഴ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടി ശരിക്കും വേറൊരു കാര്യം ഇതാണ്. ഇപ്പൊ നമ്മളിപ്പോ അമേരിക്കൻ ഒരു വാഹനം ഓടിച്ചിട്ട് പിന്നെ നമ്മള് ജാപ്പനീസ് ഒക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ബിൽ ക്വാളിറ്റി ഇല്ലാന്ന് തോന്നും. എസ്പെഷ്യലി ഇതിന്റെ ഡോറില്ലേ, ഞാൻ ഇത്രയും ഡോറിന്റെ വെയിറ്റ് വേറെ ഒരു വാഹനങ്ങളിലും നമ്മൾ ഇതുവരെ ഓടിച്ച വണ്ടികൾ ഇത്രയും ഹെഫ്റ്റി ഫീലർ തോന്നിയിട്ടില്ല അല്ലേ. അപ്പൊ അങ്ങനെ എനിക്കൊരു തോന്നൽ വരാറ്. അതുകൊണ്ടാണ് ഈ കമ്പനി ഇന്ത്യ നിന്നുകൊണ്ട് പോലും ഇപ്പോഴും റീസെയിൽ വാല്യൂവിൽ ഏറ്റവും ഇപ്പൊ വിൽക്കുന്നു എന്ന് പറഞ്ഞാലുണ്ടല്ലോ എന്ത് വില കിട്ടും നല്ല വില കിട്ടും. ഇൻഫാക്ട് എനിക്ക് ആ ഫേം ഇപ്പൊ നമ്മളൊരു കോർപ്പറേറ്റ് ട്രെയിനർ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഹെൻറി ഫോർഡിന്റെ ഒരു മാനേജ്മെന്റ് ലെസനും കൂടി ഉണ്ട്. അതായത് കൺസിസ്റ്റന്റ് ഇംപ്രൂവ്മെന്റ് കൊണ്ട് ഏത് ഒരു ഇൻകംപ്ലീറ്റ് സാധനം ഇമ്പ്രൂവ് ചെയ്യുന്നത്. കാരണം ഇതില്ലേ, ഈ ഫോർഡിന്റെ ഫസ്റ്റ് കാറിൽ റിവേഴ്സ് ഗിയർ ഉണ്ടായിരുന്നില്ല, തള്ളി കൊണ്ടുപോയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് 1906 വന്നപ്പോഴാണ് എല്ലാം മോഡൽ ടി. അപ്പൊ ഇവര് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ് എല്ലാ ഫീച്ചേഴ്സും. അത് വളരെ ഇംപ്രസീവ് ആണ്. ഞാൻ ഇൻഫാക്ട് ലിങ്ക്ഡിനിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. മറ്റേ ഫോർഡ് തിരിച്ചു വന്നല്ലോ ചെന്നൈയിൽ ഒരു പ്ലാന്റ്, അതിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതി. അത് ക്ലോസ് ടു 1 million ഇതൊക്കെ പോയിരുന്നു ലിങ്ക്ഡിനിൽ. അങ്ങനെ നോക്കുമ്പോ ഒരു നല്ലൊരു ലെഗസി ഉള്ളൊരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നി. എങ്കിലും അവർ ഇവിടെ ഇന്ത്യയിൽ പോകുന്നു കേട്ടപ്പോൾ ഒരു ആശങ്ക തോന്നിയില്ല? ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊരു സർവീസിൽ എനിക്ക് തോന്നുന്ന ഒരു അഷ്വറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പോകുമ്പോൾ അവർ പറയുന്നത് അവരുടെ ഒരു സർവീസിന് ഒരു ഗ്യാരണ്ടി ഉണ്ട് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്. അങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമില്ല, സർവീസ് ലൈനിലും അതൊക്കെ ആയിട്ട്. അപ്പൊ വണ്ടി മാറ്റുന്നില്ലെങ്കിൽ പോലും ഇപ്പം ഓടിച്ചു നോക്കിയ വണ്ടികളിൽ ഇപ്പൊ അടുത്ത കാലത്ത് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ഏതാ? എനിക്ക് ഫോക്സ് വാഗന്റെ ടൈഗൂൺ. അത് ഈ പറഞ്ഞ പോലെ നല്ലൊരു ഓടിക്കുമ്പോ അമേരിക്കൻ വണ്ടി ഓടിച്ചിട്ട് പിന്നെ യൂറോപ്പിനെ കുറച്ചെങ്കിലും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്കത് ഓടിക്കുമ്പോ ഒരു കോൺഫിഡൻസ് ലെവൽ വരുന്നത്, പിന്നെ ടേണിംഗ് റേഡിയസ്, പിന്നെ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പ്രീമിയം പൊസിഷനിങ്ങും കുറച്ച് ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു കോർപ്പറേറ്റ് ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും എപ്പോഴും നോക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് എന്താണ് ഫ്യൂച്ചർ ഓഫ് ഓട്ടോമൊബൈൽസ് തോന്നുന്നത്? EV-കളാണോ എന്താണ് ഒരു തോന്നിയിരിക്കുന്ന കാര്യം? എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം EV എന്ന് പറയുന്ന കുറച്ച് ഏർലി ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു മാർക്കറ്റിൽ, കാരണം ആളുകൾക്ക് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് കുറച്ച് ഒരു ആശങ്കകളുണ്ടോ എന്ന് പലരും പറയാറുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലേക്ക് ആളുകൾ എസ്പെഷ്യലി കൂടുതലായിട്ട് നോക്കുന്നത് റീസെയിൽ വാല്യൂ, കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, മൈലേജ്, വണ്ടിയുടെ മെയിൻ്റനൻസ്, അതൊക്കെ വളരെ തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഹൈബ്രിഡ് എന്നുള്ള രീതിയിൽ, ഇലക്ട്രിക് ഒബ്വിയസ്ലി അതിലേക്ക് വരും കുറച്ചും കൂടി കഴിയുമ്പോൾ. ഇപ്പോൾ സോളാറൊക്കെ വരുന്നതുകൊണ്ട് പല വാഹനങ്ങളും വരും ഇവൻച്വലി. പക്ഷെ അത് കുറച്ച് ഏർലി ആയിട്ട് തോന്നുന്നുണ്ട്. അത് ഇവൻച്വലി അത് ശരിയാണ്. ഒരു വലിയ വിഭാഗം ആൾക്കാരും വെയിറ്റ് ചെയ്യാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പേടിയില്ലാത്ത കുറെ പേരെ എടുക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ ഒരു വലിയ പോയിന്റ് ആണ് ഈ റീസെയിൽ വാല്യൂ. റീസെയിൽ വാല്യൂ ഒട്ടും പ്രതീക്ഷിക്കരുത്, ഓടിച്ച് മുതലാക്കുക അതിൽ പറ്റുള്ളൂ. ഇപ്പൊ ഒരു പുതിയ വാഹനം, ഇപ്പൊ നിങ്ങളൊക്കെ ഇതിന്റെ എക്സ്പെർട്ട് ആണ്, ഒരു മോറിസൺ MGയുടെ ഒരു വാഹനം 2024 ലോഞ്ച് ചെയ്ത ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഇല്ലേ, 2 വർഷം കൊണ്ട് 75,000 യൂണിറ്റ് സോൾഡ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ വിൻസറിന്റെ. അപ്പൊ അതൊക്കെ ഓടിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എടുത്തിട്ടുണ്ട്, അവരുടെ അടുത്ത്. പുള്ളി ആ ബിസിനസ്സുകാരനാണ്, പുള്ളിക്ക് ഒരുപാട് ഓട്ടോ ഉണ്ട്. അപ്പൊ അവര് പറയുന്നത് അവര് വീട്ടില് സോളാർ ഉണ്ട്, അപ്പൊ ഇതിന്റെ ഓൾമോസ്റ്റ് ഫ്രീ ആണ് ഇത് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാം, കുറച്ചാൾ ഉപയോഗിക്കുക, യൂട്ടിലൈസ് ചെയ്യുക, ROI മീറ്റ് ചെയ്യുക. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു വെഹിക്കിൾ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു കമ്പാനിയനാണ്, കുറച്ച് നാൾ കൂടെ അങ്ങനെ അങ്ങനെ. അല്ല, ഇപ്പൊ നമ്മൾ ഫോർഡ് ഇക്കോസ്പോർട്ട് അല്ലെങ്കിൽ ഫോർഡിന്റെ ഇപ്പൊ എൻഡേവർ ആയാലും ഉപയോഗിക്കുന്ന ആരും അത് നമ്മൾ എപ്പോഴും ചോദിക്കുന്നു എപ്പോൾ വിൽക്കുന്നു ചോദിച്ചാൽ
ഇത് തന്നെയാ പറയുന്നത് എല്ലാവരും. ഇതിനൊക്കെ നല്ലതൊന്നും കാണുന്നില്ല, പിന്നെ എന്തിനു വിൽക്കണം എന്നൊരു ചോദ്യമാണ് ഉള്ളത്. നമ്മൾ മാറ്റുമ്പോൾ നമുക്ക് എടുക്കുന്ന പുതിയ വാഹനത്തിനൊരു നല്ലൊരു ഡിഫറൻസ്. ഇപ്പൊ നമുക്ക് ഫീച്ചേഴ്സ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിലല്ലേ അത് എടുത്തിട്ടുള്ള കാര്യമുള്ളൂ. അങ്ങനെ ഒരു ആംഗിളിലാണ് നമ്മൾ. അപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചാൽ അവസാനിപ്പിക്കാം. ഈ കോർപ്പറേറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നതൊക്കെ എത്രത്തോളം ആവശ്യമാണ് ഒരു കമ്പനിയെ സംബന്ധിച്ച്? അതായത് ഇപ്പം നമ്മൾ പറയുന്നത് ഈ നമ്മുടെ പ്രോഡക്റ്റ് മാത്രമല്ല സെല് ചെയ്യപ്പെടുന്നത്. അതായത് നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നൊരു സാധനം മേടിക്കുമ്പോൾ ആദ്യം ആ വ്യക്തിയിൽ നമുക്കൊരു കോൺഫിഡൻസ്, ഒരു ട്രസ്റ്റ് നമുക്ക് തോന്നണം, അല്ലേ? അതായത് നമ്മളൊരു വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്താ വന്നതെന്ന് ചോദിക്കില്ല, ആദ്യം അവരുമായിട്ട് സംസാരിച്ച് ഒന്ന് പ്ലസന്റ് ആക്കിയല്ലേ. അപ്പൊ ഈ നല്ല ബിഹേവിയർ അത് മൂലമാണ് ആളുകളുമായിട്ട് നമ്മളൊരു ഇമോഷണൽ കണക്ട് വരുള്ളൂ. ഈ കണക്ട് ഉണ്ടെങ്കിലാണ് ആ വ്യക്തിയിലേക്ക് ആളുകൾ പിന്നെ വരുള്ളൂ. ഇപ്പൊ സെയിൽസ് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡോണ്ട് സെൽ. അതായത് ഒരു കസ്റ്റമറിന്റെ ബൈങ് ഡെസിഷനിൽ അതെങ്ങനെ നമുക്ക് ഈസി ആക്കി കൊടുക്കാം എന്നുള്ളതാണ്. ഇപ്പൊ പണ്ടത്തെ പോലെ ഒരുപാട് പറഞ്ഞു, ഇപ്പൊ നിങ്ങളുടെ തന്നെ പ്രസന്റേഷൻ ഒച്ചയില്ല, ബഹളമില്ല, അധികം എക്സാജറേഷൻ, വളരെ സിമ്പിളായിട്ട് ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്നത് അത് വളരെ ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആളുകൾ സോഷ്യൽ മീഡിയ. അപ്പം നമ്മൾ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് സ്കില്ലല്ല, ഒരു റവന്യൂ സ്കില്ലാണ്. നമ്മുടെ ഒരു മോശം ബിഹേവിയർ എങ്ങനെ കസ്റ്റമേഴ്സിനെ നമ്മളിൽ നിന്ന് അകറ്റുന്നു, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആളുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ ട്രെയിനിങ്ങും. നമ്മളൊരു 28 ഇയേഴ്സ് പല ഇൻഡസ്ട്രിയുടെ ഭാഗമായിരുന്നു, ഹോസ്പിറ്റാലിറ്റി, ടെലികോം, BPO, സോഫ്റ്റ്വെയർ, അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു റവന്യൂ സ്കില്ലാണ്. പിന്നെ ടെക്നോളജി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഈ ബെസ്റ്റ് പ്രാക്ടീസസ് എങ്ങനെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് കൂടുതൽ യൂസ് ചെയ്യാം. കാരണം മോട്ടിവേഷണൽ ടോക്കിന്റെ കാലം കഴിഞ്ഞു. അത് നമുക്കും ബോറടിക്കും. അത് നമ്മൾ പറയുന്നത് ബോറോഡ് എനർജിയാണ്. നമ്മൾ റെഡ് ബുള്ളൊക്കെ കുടിക്കില്ല, അത് കുടിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ തീർന്നു. അങ്ങനെയാണ് അതിനെ നമ്മൾ റവന്യൂ സ്കില്ലാണ് നമ്മൾ ട്രെയിൻ ചെയ്ത് അത് അവരുടെ അടുത്ത് പോയി മനസ്സിലാക്കി, അവരുടെ ഇഷ്യൂ മനസ്സിലാക്കി നമ്മുടെ കസ്റ്റമൈസ്ഡ് സൊല്യൂഷനാണ്. അങ്ങനെയാണ് നമ്മൾ അതിനെ ഇത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. കാരണം ഈ പറഞ്ഞ നമ്മൾ പല ഡീലർഷിപ്പിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആർക്കും ഇഷ്ടപ്പെടാതെ, ഇപ്പോൾ അടുത്ത കാലത്ത് വളരെ പ്രശസ്തനായ ഒരാൾ വളരെ പ്രശസ്തമായൊരു വാഹനം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ അവിടുത്തെ പരിചയപ്പെടുത്തി കൊടുത്തു. ചെന്ന് കണ്ട് എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇവിടെ ശരിയാവില്ല, അവരുടെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുക്കാം, ചേട്ടൻ അവിടെ ഒന്ന് പരിചയപ്പെടുത്തണം. അങ്ങനെയാണ് വണ്ടി അവിടെ എടുത്തത്. അപ്പോൾ അത്തരം ഇഷ്യൂസൊക്കെ ഈ ഇത്തരം ട്രെയിനിങ്ങിലൂടെ മാറ്റാൻ സാധിക്കും. അതെ അതെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ കണ്ടതിൽ പരിചയപ്പെട്ടു. താങ്ക് യു. ആധുനിക കാലത്ത് തന്നെ ഒരു ട്രെൻഡ് സെറ്റർ എന്നൊക്കെ വിളിക്കാവുന്ന മഹീന്ദ്ര BE6 ആണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഓണറാണ്. നമസ്കാരം. പേര്? ജേക്കബ്. എന്ത് ജേക്കബ്? ഞാനൊരു IT കമ്പനിയിലെ HR പ്രൊഫഷണലാണ്. ഞാൻ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്, ബട്ട് വർക്കിംഗ് റിമോട്ട്ലി. ശരി. അപ്പോൾ കൊച്ചിക്കാരനാണ്? കടവന്ത്രയാണ് വീട്. ശരി. അപ്പോൾ ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ട് BE6? കാരണം ഈ BE6ന്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി, പക്ഷെ ബാക്കിലേക്ക് കയറണമെങ്കിൽ നമ്മൾ അമ്പലത്തിൽ കയറുന്ന പോലെ കയറണം, അല്ലേ? അങ്ങനെ പ്രശ്നം തോന്നി, അത് തോന്നിയിട്ടുണ്ടോ? എനിക്ക് എൻ്റെ വീട്ടിലിപ്പോൾ എനിക്കാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റ്. സോ എൻ്റെ വീട്ടിലിപ്പോൾ പിന്നെ ഭാര്യയും മക്കളും അവരൊക്കെ ബാക്കിൽ കൂടെ കയറുമ്പോൾ അവർക്ക് അങ്ങനെ പ്രശ്നം തോന്നിയില്ല. പിന്നെ ഈ ഹൈറ്റിന് എന്ന് പറഞ്ഞാൽ കൂപ്പേ ഡിസൈനാണ്. സോ ഡെഫിനറ്റ്ലി ആ ഹൈറ്റിന്റെ പ്രശ്നം വരും. ബട്ട് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് കുറച്ച് ഒരു 6 ഫീറ്റ് ആൾക്കാർ ബാക്കിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പക്ഷെ എനിക്ക് അങ്ങനെ എന്റെ ഫാമിലിയിൽ ആ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ ഇറ്റ്സ് എ പേഴ്സണൽ തിങ്. ഈ BE6 ഏത് വേരിയന്റ്? ഇത് പാക്ക് 3 സെലക്ട് എന്ന് പറയും. 59 കിലോവാട്ടിന്റെ മോഡലാണ്. അതായത് പാക്ക് 3ന്റെ തൊട്ട് താഴെയുള്ള മോഡൽ വിത്ത് ഓൾ ദ ഡീസന്റ് ഫീച്ചേഴ്സ് എക്സെപ്റ്റ് മറ്റേ ഹെഡ്സ് അപ്പ് ഡിസ്പ്ലേ. പിന്നെ ഇതിന്റെ അഡാസ് ലെവൽ 2 ആണ് ഇതിന്റെ ഉള്ളിൽ. ലെവൽ 2 പ്ലസ് ഇല്ല. ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. എത്രയാണ് ഇതിന്റെ റേഞ്ച് കമ്പനി പറയുന്നത്? കമ്പനി പറയുന്ന റേഞ്ച് 565 സംതിങ് ആണ്. പക്ഷെ എനിക്ക് റിയലിസ്റ്റിക്കലി കിട്ടുന്ന ഒരു 400 പ്ലസ് കിട്ടുന്നുണ്ട്. അത് എനിക്കത് കിട്ടുന്നുണ്ട്. ഐ മീൻ അക്കോർഡിംഗ് ടു മൈ ഡ്രൈവിംഗ് സ്റ്റൈൽ എനിക്കത് കിട്ടുന്നുണ്ട്. എത്ര രൂപയോ? 28 ലക്ഷം രൂപ. ഞാൻ അതിൽ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 7.7 കിലോ വാട്ടിന്റെ വാൾ ചാർജറാണ് മേടിച്ചത്. സോ അതിലിപ്പോൾ ഒരു മേ ബി 25,000-30,000 ഡിഫറൻസ് ഉണ്ടാവും. 11 കിലോ വാട്ടിനാണ് അടുത്ത ചാർജിങ് ഉള്ളത്. അപ്പോൾ അതും കൂടി ഉൾപ്പെടെ 28 lakhs ആണ് എനിക്ക് ഓൺ റോഡ് ആയത്. ഈ മഹീന്ദ്ര താർ എന്ന് പറയുന്നത് വിൽക്കുന്ന മുഴുവൻ ലുക്സിലാണ്. ഇതിന്റെ കാര്യത്തിലും ലുക്സിലാണ് ഇത് വിറ്റുകൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ എല്ലാവരും മനസ്സിലാക്കി വരുന്നുണ്ട്. ഇത് ലുക്കാണോ ആകർഷിച്ചത്? എന്തായിരുന്നു? എനിക്ക് ആവശ്യത്തിന്റെ ഡ്രൈവിംഗ് പ്ലഷറാണ്. അതിന്റെ റെസ്പോൺസ് ഇപ്പോൾ കുറച്ചും കൂടി ഷാർപ്പ് റെസ്പോൺസ് ആണ് കിട്ടിയത്. ബാക്കി EVs ഓടിക്കുമ്പോൾ എനിക്ക് അതങ്ങനെ അത്ര ഫീൽ കിട്ടിയില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഇതിന്റെ സസ്പെൻഷൻ ഓൾസോ ഇറ്റ്സ് എ ഡീസന്റ് വൺ. ഐ എം നോട്ട് സെയിങ് ഗ്രേറ്റ്, പക്ഷേ ഡീസന്റ് സസ്പെൻഷൻ ആണ്. ബട്ട് ഈ പറഞ്ഞ പോലെ മെയിൻലി സ്പീക്കിംഗ് അതിന്റെ ഡ്രൈവിംഗ് കംഫോർട്ടാണ്. ഒരു ഡ്രൈവേഴ്സ് വെഹിക്കിൾ, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഡ്രൈവേഴ്സ് EV, ദിസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. എന്താണ് ഒരു നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ എന്താണ്?
നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇതിന്റെ മേ ബി ചില സ്ഥലങ്ങളിലെ ഫിനിഷിംഗ് ഈ പറഞ്ഞ പോലെ ഇപ്പൊ അത് ടാറ്റയുടെ മഹീന്ദ്രയുടെ മേ ബി അത് ഉണ്ടാവാം. പക്ഷെ അത് ഞാൻ അത്ര ഒരു നെഗറ്റീവായിട്ട് പറയുന്നില്ല. പക്ഷെ സോ ഫാർ ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബാക്ക് ടയറിന്റെ ബാക്ക് സൈഡിൽ അതിന്റെ ഉള്ളിലേക്ക് ചെളി കയറും. ഉള്ളിലേക്ക് കയറത്തില്ല, പക്ഷെ അതിന്റെ സീറ്റ് ഇങ്ങനെ ഒരു വീൽ കപ്പിന്റെ മുകളിലുള്ള സൈഡിൽ നല്ലോണം ചെളി കയറുന്നുണ്ട്. സോ മേ ബി ദാറ്റ്സ് എ മാനുഫാക്ചറിങ് സംതിങ് ദേ കുഡ് ഹാവ് ഡൺ. അതർവൈസ് ഇപ്പൊ ഇതുവരെ എനിക്ക് ഇതിന്റെ സെൻസറിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന്റെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഗ്ലിച്ചസ് ഒന്നും കിട്ടിയില്ല. ബട്ട് ഇതിന്റെ ദേ കുഡ് ഹാവ് ഡൺ ബെറ്റർ ജോബ് ഫോർ ദെയർ ഇതിന്റെ ലൈറ്റിങ്ങിന്റെ ഓട്ടോ ഡിമ്മിങ്ങിനെ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാറുണ്ട്. മേ ബി കുഡ് ഹാവ് പ്രോഗ്രാം ബെറ്റർ. ഇപ്പൊ ഈ ലൈറ്റ് നമ്മൾ ഇതിലേക്ക് ഓൺ ആണെങ്കിൽ ചിലപ്പോൾ ഓട്ടോ ഡിമ്മിങ് ലൈറ്റ് ഡിം ആയിട്ടായിരിക്കും ഇരിക്കുക. അങ്ങനെയൊക്കെ അപ്പൊ നമുക്ക് ആ വിഷൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. 28 ലക്ഷം രൂപ വർത്താണോ? 28 രൂപയ്ക്ക് വെർത്താണെന്ന് ചോദിച്ചാൽ ഫോർ മീ ഇറ്റ് ഇസ് വെർത്ത്. ബിക്കോസ് എൻ്റെ അപ്ഗ്രേഡ് ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന വണ്ടി ഹ്യുണ്ടായി വെന്യൂ ആയിരുന്നു. അപ്പോൾ അതിന് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് എ ഫാർ ബെറ്റർ അപ്ഗ്രേഡ് ആൻഡ് ഐ ഗെറ്റ് ബെറ്റർ പവർ, ബെറ്റർ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആൻഡ് ഓഫ് കോഴ്സ് ഐ ഡോണ്ട് നീഡ് ടു എനിക്ക് അതിന് പെട്രോൾ അടിക്കുന്ന ആവശ്യമില്ല. അപ്പോൾ ഞാൻ വേറെ ചോദിക്കാം ആ ചോദ്യം. അതായത് 28 ലക്ഷം രൂപയ്ക്ക് ഒരു EV വാങ്ങിക്കാറായോ? 28 ലക്ഷം രൂപയ്ക്ക് EV മേടിക്കാറായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ see if you want an upgrade to ഒരു BMW X1 level ഒരു കൈൻഡ് ഓഫ് ഒരു ഫീലും പ്രീമിയം ഫീലും കിട്ടണമെങ്കിൽ എൻ്റെ ചേട്ടൻ ആ വണ്ടി ഓടിക്കണം. ഹി ഡ്രോവ് ദിസ് വെഹിക്കിൾ, സോ ഹി റിയലി ലൈക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ മേ ബി റേഞ്ചിന്റെ ഒരു ആങ്സൈറ്റി ഇഷ്യൂ. പക്ഷേ ഇത് 400+ റേഞ്ച് കിട്ടുമ്പോൾ എനിക്ക് ആങ്സൈറ്റി ഇഷ്യൂ വരുന്നില്ല. സോ ഐ എം എനിക്ക് എക്സ്പെക്ട് ചെയ്ത റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ബട്ട് depends upon how you drive. If you are a harsh driver like putting up അതൊക്കെ നമുക്കത് കിട്ടത്തില്ല. But I am getting the range which I expect. ഈ വീട്ടിലെ ചാർജുകൾ എത്ര നേരം എടുക്കാറുണ്ട് പൊതുവെ? ഒരു 6 hours ആണ് അതിന്റെ ഒരു, അതായത് 20 to 80-100% ഒരു 6.5 hours ഒക്കെ ഡീസന്റ്. അത് നമുക്ക് രാത്രി മേ ബി അല്ലെങ്കിൽ ഒരു രാത്രി ഓൺ ആക്കിയിട്ട് രാവിലെ ആവുമ്പോൾ പിന്നെ അത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആയിക്കോളും. ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ എത്ര നേരം എടുക്കാറുണ്ട്? ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ മാക്സിമം കേരളത്തിൽ ഞാൻ മാക്സിമം യൂസ് ചെയ്യുന്ന ഒരു 60 കിലോവാട്ടിനാണ്. അതിനൊരു 1.5 hours ആണ്. 23-24% to 100%. ലോങ് ട്രിപ്പ് ഒക്കെ പോയോ? ലോങ് ട്രിപ്പ് പോയി. വൈഫിനോട് ബത്തേരിയാണ്. സോ ഇറ്റ്സ് ഡീസന്റ് ലോങ് ട്രിപ്പ് ആണ്. അപ്പോൾ അതൊരു ചാലഞ്ചാണ്. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ കയറ്റം വരുമ്പോൾ ഇതിന്റെ ഓഫ് കോഴ്സ് ഇതിന്റെ റേഞ്ച് ഡ്രോപ്പ് ആവും. അപ്പോൾ നമുക്ക് 400 ചിലപ്പോൾ കിട്ടുന്നില്ല. വി വിൽ ബി ഗെറ്റിംഗ് 360-370 ഒരു 30-40 കിലോമീറ്റേഴ്സ് കുറയും. ബട്ട് സ്റ്റിൽ ഐ എം ഏബിൾ ടു റീച്ച് മൈ ഹോം സേഫ്ലി വിത്ത് വൺ ഫുൾ ചാർജ്. അപ്പോൾ ഇവിടുന്ന് ബത്തേരിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ചാർജിങ് സെന്റേഴ്സ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് കേരളത്തിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. കാരണം പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഞാൻ എവിടെ പോയാലും, ഇപ്പോൾ ഞാൻ റീസെന്റ് ഓൾമോസ്റ്റ് ലൈക്ക് കേരളത്തിന്റെ ബോർഡർ സ്ഥലത്ത് പോയായിരുന്നു, ട്രിവാൻഡ്രം അപ്പുറം. അവിടെ വരെ എല്ലായിടത്തും നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. wherever we are staying അതിന്റെ തൊട്ടടുത്തോ എവിടെയെങ്കിലും നമുക്ക് കിട്ടും. ലോട്ട്സ് ഓഫ് ആപ്സ് ആർ ദേർ. വിൽ ഗെറ്റ് ചാർജ്. ഈ ചില വണ്ടികൾ ഇപ്പോൾ ടാറ്റയുടെ ഒക്കെ ഇപ്പം മാറിയെന്ന് തോന്നുന്നെങ്കിലും പഴയ വാഹനങ്ങളെ സംബന്ധിച്ച് ഒത്തിരി ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും റേഞ്ച് പെട്ടെന്ന് ഡ്രോപ്പ് ആകുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഇഷ്യൂസും അങ്ങനത്തെ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ ഇതുവരെ. കാരണം ഇതിപ്പോൾ 10,000 കിലോമീറ്റേഴ്സ് ആവുന്നുള്ളൂ, സെക്കൻഡ് സർവീസ് ആവുന്നുള്ളൂ. ബട്ട് സോ ഫാർ എനിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഇതുവരെ ഈ വണ്ടിയിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് B9 നോക്കിയില്ല ആ സമയത്ത്? ഇത് XEV9 നോക്കി. എനിക്ക് വൈഫാണ് വണ്ടി ഓടിക്കുന്നത് കൂടുതലും. ഷീസ് വർക്കിംഗ് ഇൻ ബാങ്ക്. സോ സിറ്റി ഡ്രൈവിങ്ങിന് ഐ നോ ഇറ്റ്സ് എ ബിഗ് വെഹിക്കിൾ ഫോർ ദ സിറ്റി. പക്ഷേ ഇതിന് ടേണിംഗ് റേഡിയസ് അടിപൊളിയാണ്. 5 മീറ്റർ ടേണിംഗ് നല്ല സുഖമായിട്ട് തിരിഞ്ഞു പറഞ്ഞു. പിന്നെ ഐ കുഡ് ഹാവ് ടേക്കൺ മേ ബി പാക്ക് 2 എടുക്കായിരുന്നു. പക്ഷേ ഇതിൽ അതൊരു മേ ബി ഒരു നെഗറ്റീവ് ഫാക്ടർ പണി. പാക്ക് 2 അവർക്ക് ഒരു 360 ക്യാമറ വെച്ചിരുന്നെങ്കിൽ അവിടെ ഗോൺ ഫോർ എ പാക്ക് 2. പക്ഷേ ഇതിൽ പാക്ക് 3 സെലക്ട് മുതലേ 360 ക്യാമറ വരുന്നുള്ളൂ. പിന്നെ ഓട്ടോമാറ്റിക് പാർക്കിംഗ് നമ്മൾ വല്ലപ്പോഴും യൂസ് ചെയ്യണം, അതിന്റെ ആവശ്യം വരുന്നില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ഗോൺ ഫോർ പാക്ക് 2. മേ ബി ഐ വുഡ് ഹാവ് സേവ് 2 lakhs. അപ്പോൾ സോ ഫാർ അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തത്. ഒരു ഇന്ത്യൻ മാനുഫാക്ചറുടെ ഈ വണ്ടി ഓടിക്കുമ്പോൾ അഭിമാനം തോന്നാറുണ്ട്. ബിക്കോസ് ദ എഞ്ചിനീയേഴ്സ് ബിഹൈൻഡ് ഇറ്റ് ദേ ഡൺ എ ഗുഡ് ജോബ്. എസ്പെഷ്യലി ഇതിന്റെ അഡാസ് പ്രോഗ്രാമിംഗ് നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് അഡാസ്. എമർജൻസി ബ്രേക്കിംഗ് ഒരു പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ? ഇല്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ള വണ്ടികൾ ഇതിൽ ഒച്ചയും ബഹളോ ഇത് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. മാത്രമല്ല നമ്മുടെ ഡ്രൈവിംഗ് കണ്ടീഷൻസിൽ കുറച്ചും കൂടെ ഡീസെന്റ്ലി പ്രോഗ്രാം ചെയ്ത വണ്ടി ഇത്. കാരണം ഞാൻ ഇതിന്റെ XUV 700 ഓടിച്ചിട്ടുണ്ട്. അതിന്റെ അഡാസ് സെയിം അഡാസ് ആണ് ഇതിൽ വെച്ചിരിക്കുന്നത്. സോ ഡീസെന്റ് അഡാസ് സിസ്റ്റം. അപ്പോൾ ഞാൻ ഇന്നാൾ വണ്ടി ഓടിച്ചപ്പോൾ ഐ ജസ്റ്റ് നിയർലി മിസ് ആൻ ആക്സിഡന്റ്. അപ്പോൾ പറഞ്ഞാൽ പെട്ടെന്ന് രാത്രിയായിരുന്നു, ഒരു ഉന്ത് വണ്ടി പെട്ടെന്ന് ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് മുമ്പോട്ട് വന്നു. സോ ദിസ് തിങ് സഡൻലി ബ്രേക്ക്. അപ്പോൾ നമുക്ക് ആ ഒരു സേഫ്റ്റി ഫീച്ചർ നല്ലോണം ഉണ്ട്. ഇതിന്റെ അഡാസ് പ്രോഗ്രാം ഈസ് റിയലി ഗുഡ്. 28 ലക്ഷം ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രധാന കൺസേൺ എന്ന് പറഞ്ഞാൽ റീസെയിൽ വാല്യൂ ആയിരിക്കും. അതൊരു കൺസേൺ. ഞാനിപ്പോൾ അതിനാണ് ഇപ്പോൾ ഇതിന്റെ ബാറ്ററി ഇതിന്റെ ഒരു 15 years വാറണ്ടി വരെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വണ്ടി എടുത്തിന് എങ്ങനെ എനിവേ ഐ പ്ലാൻ ടു
യൂസ് ഇറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 8 to 10 years. പിന്നെ അതിനെ റീസെയിൽ ഞാൻ ബോധർ ചെയ്യുന്നില്ല. അപ്പോഴത്തേക്കൊക്കെ മുതലായി എന്നുള്ളത് വിചാരിക്കാം. പിന്നെ വേറെ വെച്ചാൽ ഇതൊന്നും ആഡ് ചെയ്യാനില്ലല്ലോ, നമ്മളൊരു വണ്ടി വാങ്ങിച്ചാൽ ഫുൾ പാക്ഡ്. ഇറ്റ്സ് ഫുൾ പാക്ഡ് ആണ്, എവറിത്തിങ് ഇസ്. നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഇതിലുണ്ട്. പിന്നെ ടോപ്പ് എൻഡിലാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് മോർ. ലെവൽ 2+ അഡാസ് ഇച്ചിരി കൂടെ ബെറ്റർ ആണ്, ബിക്കോസ് യു ക്യാൻ ഗെറ്റ് ദ സേഫ്റ്റി ഫ്രം ദ ബാക്ക് സൈഡ് ആസ് വെൽ. അപ്പോൾ നമുക്ക് ഇതിലതില്ല, ഇതിൽ ഫ്രണ്ട് സൈഡ് മാത്രമേ കിട്ടുന്നുള്ളൂ. ബട്ട് യു ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് സ്റ്റഫ് ഇൻ ദിസ്. ഇതല്ലാതെ ഏത് EV ആണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് വേറെണ്ണം? ഓക്കെ, ഞാൻ പിന്നെ ഐ വാസ് അന്ന് ടാറ്റ സിയറ EV ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നവംബറിൽ എടുത്തത്, പക്ഷെ അത് ലോഞ്ച് ചെയ്യുന്നു പറഞ്ഞായിരുന്നു. സോ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. പക്ഷെ അപ്പോഴും എനിക്ക് ഇതിന്റെ ബ്ലേഡ് ബാറ്ററി ടെക്നോളജിയാണ് BYDയുടെ. അപ്പോൾ ആ ഒരു സേഫ്റ്റി ഫീലിംഗ് ആയതാണ് ഞാൻ ഇതിൽ തന്നെ ലോക്ക് ചെയ്തു. പിന്നെ ഐ ഡ്രോ VF7. പിന്നെ VF7 പക്ഷേ ടേണിംഗ് റേഡിയസ് പോരാ, ഒരു ഭയങ്കര പാടാണ് വെച്ചിരിക്കാൻ. പിന്നെ അതിന്റെ മുകളിലത്തെ സൺറൂഫിൽ അവന്മാരെ ഒരു ഇതാണ് തന്നെ. അപ്പോൾ അത് ഐ തോട്ട് ദാറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. അപ്പോൾ അതിൽ നോക്കി എനിക്ക് ഓടിച്ചതിൽ മേ ബി VF7 വാസ് ഓൾസോ ഡീസൻറ്റ്, ബട്ട് ദിസ് ഇസ് ദ വെഹിക്കിൾ. ഞാനിപ്പോൾ വിയറ്റ്നാമിൽ വിൻഫാസ്റ്റ് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ VF9 ഓടിച്ചു. VF7 is also good. Decent വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. പക്ഷേ എനിക്ക് അതിന്റെ ഞാൻ നോക്കിയപ്പോൾ അതിലേക്ക് കൂടെ കുറച്ചുകൂടി ഫീച്ചേഴ്സ് വെച്ചും കുറച്ചും കൂടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ചില കാര്യങ്ങൾ എനിക്ക് എസ്പെഷ്യലി ടേണിംഗ് റേഡിയസ്, അതാണ് അതിന് വലിയ നീട്ടമുള്ള വണ്ടിയാണ്. പിന്നെ ഇന്ത്യയുടെ ഒരു വെറൈറ്റി ഇന്റീരിയർ കുറച്ചുകൂടി അഗ്രസീവ് ഡിസൈനിങ് ആണ്. പക്ഷെ ഒരു ഫാമിലി വെഹിക്കിൾ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ മേ ബി യു ക്യാൻ ഗോ ഫോർ VS7 or even Tata Sierra as well. This is a pure driver centric vehicle. അതെ, എന്തായാലും ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണത്. ഈ മറ്റേ നമുക്കൊരു അഭിമാനം തോന്നും, ഇപ്പൊ ടാറ്റ സിയറ EV നമ്മളിപ്പോൾ അതാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ ഇന്ത്യയിൽ നിർമ്മിച്ചെടുത്തു എന്നുള്ള തന്നെ ഒരു അത് നമുക്ക് ഭയങ്കര നമ്മുടെ എഞ്ചിനീയേഴ്സ് വളരെ ഇംപ്രൂവ് ചെയ്തു കാർ മാനുഫാക്ചറിംഗ്. അപ്പോൾ എന്തായാലും ഹാപ്പി ആൻഡ് സേഫ് മോട്ടറിംഗ് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ 8 വർഷം കഴിഞ്ഞാൽ കാണുള്ളൂ, ഇത് അന്നേരം വിൽക്കുള്ളൂ. അതുവരെ പ്രശ്നങ്ങളുണ്ടാവുന്നതായിരിക്കും, പക്ഷേ സോ ഫാർ ഐ എം ഹാപ്പി വിത്ത് ദിസ് വെഹിക്കിൾ. സീരിയസ്ലി. ശരി, താങ്ക് യു. അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ മുകളിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് തന്നെ ഒന്നുകൂടെ പറയാം. നമ്മൾ വാഹനങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയുടെ സുരക്ഷിതത്വം, പ്രത്യേകിച്ച് സാമ്പത്തിക സുരക്ഷിതമെല്ലാം നമ്മൾ ചിന്തിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ഇടയിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പ്രത്യേകിച്ച് പ്രവാസികൾ എടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞത്. മാതാപിതാക്കളൊക്കെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഇല്ലാത്ത കാശും സമയമൊക്കെ മെനക്കെടുത്തി ഓരോ ചെറിയ കാര്യത്തിനും ഓടി വരേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോളിസി എടുക്കുക. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു റാപ്പിഡ് ഫയർ ആയിട്ട് കാണാം. ബൈ.